കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെക്കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു സാമൂഹിക ചുറ്റുപാട് അനുസരിച്ച് പലപ്പോഴും ഒരു വീടോ അല്ലെങ്കിൽ ഒരു പറമ്പോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പലപ്പോഴും ആ പ്രോപ്പർട്ടി ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിലായിരിക്കും സാധാരണഗതിയിൽ വാങ്ങാറുള്ളത് അല്ലേ. അങ്ങനെ വാങ്ങുമ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ മൊത്തം പൈസയും മുടക്കിയിട്ടുള്ളത് ഭർത്താക്കന്മാർ ആയിരിക്കാം. ചില സിറ്റുവേഷനിൽ മൊത്തം പൈസ കൊടുത്ത് ആ പ്രോപ്പർട്ടി മേടിക്കാം, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി മേടിക്കുവാനായിട്ട് ഭർത്താവ് ലോൺ എടുക്കുകയും ആ ലോൺ എടുത്തതിന് ശേഷം ആ പ്രോപ്പർട്ടി EMI അല്ലെങ്കിൽ മാസം നിശ്ചിത തുക വെച്ച് അടച്ചുകൊണ്ട് ആ പ്രോപ്പർട്ടി ഇങ്ങനെ കടം വീട്ടിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കാം. ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഭാര്യ ഇതിൽ യാതൊരു വിധത്തിലുള്ള സംഖ്യയും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിലാണ് ഈ പ്രോപ്പർട്ടി മേടിക്കുക. ഇനി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു കുടുംബകലഹം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഭാര്യ കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലോ ഒരു കേസ് ഫയൽ ചെയ്യുമ്പോൾ തീർച്ചയായും അതിൽ വരുന്ന പോയിന്റ് എങ്ങനെയാണ്, വിവാഹ സമ്മാനമായി കിട്ടിയ സ്വർണം. പലപ്പോഴും കിട്ടിയ സ്വർണത്തെക്കാളും 2-3 ഇരട്ടിയാണ് പറയാം സ്വർണം ഭർത്താവിൻ്റെ വീട്ടുകാരും ദുരുപയോഗം ചെയ്തു. അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ ആ സ്വർണം തിരിച്ചു തരണം, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി എൻ്റെ പേരിലേക്ക് അറ്റാച്ച് ചെയ്ത് തരണം, അല്ലെങ്കിൽ എനിക്ക് വിട്ടു തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസുകളാണ് സാധാരണ കണ്ടുവരാറുള്ളത്. ഇത് പൈസ കൊടുത്തിട്ടുള്ള ജെന്യുവിനായിട്ടുള്ള ഭാര്യമാരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. കപടമായി കേസ് കൊടുക്കുന്ന ഭാര്യമാരുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി എന്താണ് തീരുമാനിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ വിധി ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. പ്രോപ്പർട്ടി ഭർത്താവ് സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചതാണെങ്കിലും അല്ലെങ്കിൽ കടമായി മേടിച്ച് EMI അടയ്ക്കുന്നത് പരിപൂർണമായിട്ടും ഭർത്താവ് ആണെങ്കിൽ പോലും കോടതിയുടെ പ്രിസംഷൻ എന്ന് പറയുന്നത് അതിൽ കുറച്ച് സംഖ്യ എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നതിൽ ഭാര്യ ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നും അതുകൊണ്ട് ആ പ്രോപ്പർട്ടിയുടെ ഒരു പങ്ക് ഭർത്താവ് ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരേണ്ട സാഹചര്യമുണ്ട് എന്നുമാണ് കോടതി പറയുന്നത്. അതിൻ്റെ അടുത്തൊരു എക്സ്പ്ലനേഷനായിട്ട് പറയുന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് നിയമം അറിയില്ല എന്നും, എന്നാൽ ഭർത്താക്കന്മാർ ഭാര്യയുടെ കയ്യിൽ നിന്നും സ്വർണമോ മറ്റു പ്രോപ്പർട്ടികളോ പ്രലോഭനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേടിച്ചെടുക്കുകയും അങ്ങനെ വീട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീട് വയ്ക്കുമ്പോൾ ഭാര്യയുടെ പേര് പാർട്ട്ണറായിട്ട് ചേർക്കുകയും ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് കോടതി പറയുന്നത്. പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ ഭാര്യയ്ക്ക് സ്വർണം മേടിച്ചതിൻ്റെ തെളിവില്ലാത്ത സാഹചര്യങ്ങൾ വരാം, അല്ലെങ്കിൽ ബില്ലുകൾ സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇങ്ങനെയൊക്കെയും ചെയ്ത് ഭാര്യമാർ പറ്റിക്കപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന്, ഭർത്താക്കന്മാരാൽ പറ്റിക്കപ്പെടാനുള്ള ഒരുപാട് കേസുകളുണ്ട് എന്നുള്ള നിരീക്ഷണമൊക്കെയാണ് കോടതി പറയുന്നത്. കുറേയൊക്കെ അത് സത്യമായിരിക്കാം, എന്നാൽ എല്ലാ കേസുകളും അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് പറയുവാനും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർ ഇനി ഭാര്യമാരുടെ പേരിൽ പ്രോപ്പർട്ടികൾ മേടിക്കുമ്പോൾ കണ്ടും സൂക്ഷിച്ച് മേടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ മേടിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി എത്ര പൈസയാണ് ഭാര്യമാർ ആ പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു തെളിവ് ഭർത്താവിൻ്റെ കയ്യിൽ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി കാശ് കൊടുത്ത് മേടിച്ച പ്രോപ്പർട്ടി കയ്യിൽ നിന്നും പോകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.